ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ കാണാറുള്ള, നമ്മളെല്ലാം അറിയാതെ പോകുന്ന, അവരുടെ മാത്രം വിഷമങ്ങൾ എന്ന് അവർ കരുതി വെച്ച് പുറത്തു പറയാൻ മടിക്കുന്ന അവരുടെ ചില വേദനിപ്പിക്കുന്ന സത്യങ്ങളെക്കുറിച്ചാണിത്. എൻ്റെ പേര് ഗോപിക, സൈക്കോളജി കൗൺസിലർ. കുട്ടികളെ നല്ല നിലയിൽ വളർത്തി വലുതാക്കി ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളെ നന്നായി പരിചരിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലിക്ക് പോയി ഇങ്ങനെയെല്ലാം ടൈറ്റ് ഷെഡ്യൂളിൽ പോയിരുന്ന നമ്മുടെ അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, സിസ്റ്ററായിരിക്കാം. പക്ഷേ ആ ടൈറ്റ് ഷെഡ്യൂൾ ഒന്ന് മാറി, അതായത് കുട്ടികളെല്ലാം സ്വയം പഠിക്കാറായി അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോയി, മാതാപിതാക്കളുടെ പരിചരണത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞു. ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ അമ്മ അല്ലെങ്കിൽ വീട്ടിലുള്ള ആ ഒരു സ്ത്രീ രാവിലെ മുതൽ വൈകുന്നേരം വരെ തനിച്ചായി പോകുന്നു. അതേ സന്ദർഭത്തിൽ തന്നെയാണ് മെനോപോസ് എന്ന് പറയുന്ന ഒരു 40+ കഴിഞ്ഞ സ്ത്രീകളുടെ അവസ്ഥയാണ് ഞാനിന്ന് പറയുന്നത്. അവസ്ഥയിലേക്ക് അവർ കടക്കുന്നു. ഈ മെനോപോസ് എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാസങ്ങളിലുണ്ടാകുന്ന പീരിയഡ്സ് നിൽക്കാൻ, അതേപോലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകളിൽ വളരെ കുറവ് കാണിക്കുന്നത്, ശാരീരികപരമായും ഇമോഷണലായും ഒരുപാട് ചേഞ്ചസ് അവരുടെ മനസ്സിനും ശരീരത്തിനും വരുന്നുണ്ട്. ഈ അവസ്ഥയിൽ തന്നെയാണ് അവർ വീട്ടിൽ ഒറ്റയ്ക്കായി പോകുന്നതും. അതിനെക്കുറിച്ച് ആരും ബോധേഡല്ല. കാരണം ലൈഫ് കുറേ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു, ഒരു മെച്യൂരിറ്റി വന്ന കാലമാണ്. അപ്പോൾ ഭർത്താവിൻ്റെ സൈഡിൽ നിന്നായാലും മക്കളുടെ സൈഡിൽ നിന്നായാലും ഇങ്ങനെ ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിലൂടെയാണ്, ഈ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്ന് ആരും മനസ്സിലാക്കാറില്ല. എൻ്റെ അമ്മ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വഴക്കാണ്, വളരെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നു. എൻ്റെ ഭാര്യ ഭയങ്കര ടെമ്പറായിരിക്കുന്നു, എപ്പോഴും വയ്യ എന്ന് പറയുന്നു, പണികളെല്ലാം വളരെ സ്ലോ ആവുന്നു. ഇങ്ങനെ 100 കൂട്ടം പരാതികൾ തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കെന്തു പറ്റി എന്ന ഒരു വിഷമം ഉള്ളിൽ തന്നെ അടക്കി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാൻ ഒരു ഇടമില്ലാതെ നിശബ്ദമായി വളരെയധികം സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു വിഭാഗം സ്ത്രീകൾ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ധാരാളം ഉണ്ട്. ഈയിടെയായിട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു കേസിനെ കുറിച്ച് ഞാൻ പറയാം. പേര് പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. വളരെ എഡ്യൂക്കേറ്റഡായ ഒരു ഹസ്ബൻഡും വൈഫും, കുട്ടികൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി പുറത്താണ്. ഹസ്ബൻഡ് റിട്ടയർ ലൈഫിലേക്ക് നീങ്ങി. ഇതുവരെ ഉണ്ടായിരുന്ന ആ അമ്മയുടെ ടൈറ്റ് ഷെഡ്യൂള് ഒന്ന് കുറഞ്ഞു. ഹസ്ബൻഡും ഈ വൈഫും മാത്രമാണ് വീട്ടിലുള്ളത്. വളരെ നിശബ്ദമായി ഒന്നിനും പ്രതികരിക്കാതെ ഒരു സന്തോഷത്തിൻ്റെ ഫീലിങ്ങോ ദുഃഖത്തിൻ്റെ ഫീലിങ്ങോ ഒന്നുമില്ലാതെ ഈ അമ്മ ന്യൂട്രൽ മൈൻഡിലൂടെ കടന്നു പോയപ്പോഴാണ് ഹസ്ബൻഡ് ശ്രദ്ധിക്കപ്പെട്ടത്. ഒന്ന് വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോഴോ യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഒരേ ലൈനിൽ തന്നെ പോകുന്ന ഒരു ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടത് വളരെ അടുത്ത കാലത്താണ്. പക്ഷേ ഈ അമ്മയ്ക്ക് ഇതേ വിഷമങ്ങൾ, ഈ ഒരു സ്വഭാവം തുടങ്ങി കുറേ മാസങ്ങളായിട്ട് പോലും കൂടെയുണ്ടായിരുന്ന ഭർത്താവിന് അത് തിരിച്ചറിയാനോ ഒന്നിനും പറ്റിയില്ല. എൻ്റെ വൈഫ് ഇതുപോലെയുള്ള ക്യാരക്ടർ കാണിക്കുന്ന അതിൻ്റെ സൊല്യൂഷനുമായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തി സ്വന്തം ലൈഫിലുള്ള ഇംബാലൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം വന്നു. അമ്മയുമായി സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞ ചില നഗ്ന സത്യങ്ങളുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുന്ന, എന്നാൽ ആരും പുറത്തു പറയാത്ത ഇതുപോലെയുള്ള കുറേ അമ്മമാരുണ്ടെന്ന് എനിക്ക് തോന്നി. കുട്ടികളുടെ പഠിത്തവും ഭർത്താവിൻ്റെ കാര്യങ്ങളും മാതാപിതാക്കളുടെ കാര്യങ്ങളും ഒക്കെയായി ഞാൻ വളരെ ടൈറ്റ് ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏജും അത്രയാണ്, വളരെ ഒരു 30-35 ഏജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ എനർജറ്റിക്കാണ്. എഡ്യൂക്കേറ്റഡായ അവർ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വീടിന് വേണ്ടി ജോലിയെല്ലാം ഉപേക്ഷിച്ചു. കുറച്ച് വർഷം ജോലി ചെയ്തു, അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജോലി ഉപേക്ഷിച്ചു, എല്ലാം കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു പോവാണ്. കുട്ടികളുടെ അമ്മയുടെ സഹായമെല്ലാം കഴിഞ്ഞു. മാതാപിതാക്കൾ മരണപ്പെട്ടു. ഹസ്ബൻഡും വൈഫും മാത്രമായി. ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുന്നു, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരു കപ്പ് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഇരിക്കുമ്പോൾ
തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ കുറഞ്ഞു. ഡേ ടൈം മുഴുവൻ വീട്ടിലിരിക്കുന്ന അവരുടെ വിഷമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ വീട്ടിലെത്തുമ്പോൾ അവരെ ഒന്ന് ഫ്രഷപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നും ഹസ്ബൻഡ് അതിനൊന്നും ശ്രമിച്ചില്ല. മനഃപൂർവ്വം അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറേ വർഷങ്ങളായി മെച്യൂർഡായ അവർക്ക് ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിസത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ എന്നാണ്. പലപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ മെനോപോസിലേക്ക് പോയി തുടങ്ങിയപ്പോൾ ഈ അമ്മയിലുണ്ടായ മാനസികപരമായ ഒരുപാട് വിഷമങ്ങൾ അവർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഒന്നാമത് ഏകാന്തത എന്ന വിഷമം, പിന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഉറക്കക്കുറവ്, അമിതമായ ശരീരത്തിനുണ്ടാകുന്ന ചൂട്, ക്ഷീണം, എന്താണെന്ന് പറയാൻ പറ്റാത്ത മൂഡ് സ്വിങ്സ് ഒരുപാട് കാണപ്പെട്ടു. അത് തൻ്റെ പാർട്ട്ണറോടും പറയാൻ പോകുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം വളരെ നെവർ മൈൻഡഡായി, തൻ്റെ വിഷമങ്ങൾ പറയാൻ വരുമ്പോൾ വളരെ നെവർ മൈൻഡഡായി ഇരിക്കുന്ന ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ എത്ര നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അതിന് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ആദ്യകാലങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം നിസ്സാരമായി കണ്ടിരുന്ന അദ്ദേഹത്തോട് ക്രമേണ ഞാനൊന്നും പറയാതായി. എപ്പോഴും കിടക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഇറിറ്റേറ്റഡ് ആവുന്നത് കാണുമ്പോൾ മറ്റു വല്ല അസുഖങ്ങളുമാണോ, അല്ലെങ്കിൽ ക്ഷീണം പറയുമ്പോൾ മറ്റു വല്ല അസുഖങ്ങളുമാണോ എന്ന് കരുതി ഡോക്ടറുടെ അടുത്ത് ചെക്ക് ചെയ്യുന്നു. നോ പ്രോബ്ലം, ടെസ്റ്റുകളെല്ലാം ഓക്കെ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇദ്ദേഹം റിട്ടയർഡായി വരുന്നത്. അപ്പോൾ റിട്ടയർമെൻ്റ് ലൈഫ് വൈഫിന് ബുദ്ധിമുട്ടായോ എന്ന ഒരു ചിന്തയിലേക്കാണ് ഹസ്ബൻഡ് പോയത്. പക്ഷേ ഇവരുടെ വിഷമങ്ങൾ എന്താണ് എന്ന് പറയാൻ ചെല്ലുമ്പോഴെല്ലാം വളരെ ന്യൂട്രലായി, അല്ലെങ്കിൽ അതെല്ലാം നിസ്സാരവൽക്കരിച്ച് അതെല്ലാം നിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് ഇരുന്ന ഈ ഭർത്താവ് ഇത്രയും അവസ്ഥ, അതായത് ഒന്നിനും പ്രതികരിക്കാതായി കഴിഞ്ഞപ്പോൾ, സന്തോഷമായാലും ദുഃഖമായാലും ഒരു സെൻസിൽ അങ്ങനെ പോയി തുടങ്ങിയപ്പോൾ മാത്രമാണ് നോട്ട് ചെയ്യപ്പെട്ടത്. ഇത് ആ ഒരു അമ്മയുടെ മാത്രം അവസ്ഥയല്ല, നമ്മുടെ വീടുകളിലെ ഒട്ടുമിക്ക ആളുകളുടെയും ഒക്കെ അവസ്ഥയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. പണ്ടത്തെ കാലത്തെ പോലെ അയൽവക്കക്കാരോ അല്ലെങ്കിൽ കുടുംബങ്ങളോ ഒക്കെ വന്നും പോയും ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലല്ല ഇന്ന് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞുപോയി. എല്ലാ വീടുകളിൽ നിന്നും ഒന്നോ രണ്ടോ ആളുകൾ മാത്രമായി ചുരുങ്ങി, അച്ഛൻ അമ്മ ഫാമിലി മാത്രമായി ചുരുങ്ങി. പേരമക്കളുടെ ഉത്തരവാദിത്വം ഇതെല്ലാമായി വീടുകളിൽ തളച്ചിട്ടിരിക്കുകയാണ് ഈ അമ്മമാർ. അവരുടെ സന്തോഷം എന്താണെന്നോ അവരുടെ വിഷമങ്ങൾ എന്താണെന്നോ, ഈവൻ അവരൊന്ന് വയ്യാതെ കിടക്കുകയാണെങ്കിൽ പോലും നമ്മളൊന്ന് ഓഫീസിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇവർ കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, അവർ ഭക്ഷണം കഴിച്ചുവെന്നോ എന്താണ് അസുഖമെന്നോ ചോദിക്കാൻ പോലും മെനക്കെടാത്ത ഭർത്താക്കന്മാരുമുണ്ട്, മക്കളുമുണ്ട്. അപ്പോൾ ഇത് പുറത്തൊരാളോട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ മാരീഡ് ലൈഫ് 10-20 വർഷം സന്തോഷകരമായി ജീവിച്ചതാണ്. നല്ല വീട്, സാഹചര്യങ്ങൾ, മക്കൾ. ഇതിനിടയ്ക്ക് എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പുറത്ത് പറയാൻ പറ്റാതെ നിശബ്ദമായി സഹിച്ച് ഒരു എംപ്റ്റി ഫീലിംഗ് അവരുടെ മനസ്സും ശരീരവും നേരിടുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഈ പറഞ്ഞ ഇമോഷണൽ ഇംബാലൻസ്, ഹോർമോൺ ചേഞ്ചസ് കാരണം വരുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ വളരെ മെൻ്റലി ഫിസിക്കലി ഒക്കെ വളരെ ടയേർഡായ ഒരാളുടെ സപ്പോർട്ട് ഏറ്റവും കിട്ടേണ്ട സമയമാണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോ സ്ത്രീകളും ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലെ അമ്മമാരുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി മോർണിംഗിൽ തുടങ്ങി ലേറ്റ് നൈറ്റ് വരെ ഒരു ടൈം ഷെഡ്യൂൾ ഇല്ലാത്ത ഒരു ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് റിലാക്സാണ്. പക്ഷേ ഇവർക്ക് അതിൽ നിന്ന് ഒരു റിലാക്സ് കിട്ടുന്നില്ല. അവർ രാവിലെ നമുക്ക് കോഫി കൊണ്ടു തരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ച് ഇന്നത്തെ കോഫി അടിപൊളിയാണെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം, അവരുടെ മൊത്തം അത് അവർക്കൊരു ഉന്മേഷം തന്നെയാണ് തരിക. ചെറിയ ചെറിയ സമ്മാനങ്ങളോ പ്രോത്സാഹനങ്ങളോ സന്തോഷങ്ങളോ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഒരു അപ്രീസിയേഷനോ ഒക്കെയാണ് അവർക്ക് വേണ്ടത്. അവർ ചെയ്യുന്ന ജോലിക്ക് ഒരിക്കലും അവർ പ്രതിഫലം ചോദിക്കാറുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ബോധേടുമല്ല. ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണ് എന്നതിൽ മാത്രമാണ്
നമ്മൾ മുഴുകിയിരിക്കുന്നത്. അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ അവർ ഒഴിവാക്കിയിട്ടുണ്ടാവാം, അവരുടെ ഇഷ്ടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാവും, അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം സ്വന്തം ഫാമിലിക്ക് വേണ്ടി ഒഴിവാക്കിക്കൊണ്ടാണ് ഏതൊരു സ്ത്രീയും നിൽക്കുന്നത്. വീട്ടിലൊരു ആഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്ലേസ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം സ്വന്തം ഇഷ്ടങ്ങൾക്കല്ല അവരൊരിക്കലും പ്രാധാന്യം കൊടുക്കുന്നത്. മക്കളുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇഷ്ടമാണ് തൻ്റെ ഇഷ്ടം എന്ന് കരുതി ജീവിക്കുന്ന അവർക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ടി വരുന്ന സമയത്ത് അത് കൊടുക്കാൻ പൂർണ്ണ ബാധ്യത ഭർത്താവിനുമുണ്ട്, നമ്മൾ മക്കൾക്കുമുണ്ട്. അമ്മ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ, വൈഫ് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് എന്ന് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതിന് ഒരു നല്ല സ്മൂത്ത് റിലേഷൻഷിപ്പ് കൊണ്ടുവന്നാൽ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നാൽ അവർ നമ്മളോട് വളരെ ഓപ്പൺലി ആയിട്ട് പറയും. ഇത് ഈ അമ്മ പറയാൻ ചെല്ലുമ്പോഴൊക്കെ ഒരു നെഗറ്റീവ് മീനിങ്ങിൽ എടുത്തുകൊണ്ട് അതൊരു നെവർ മൈൻഡ് ആക്കിയത് കൊണ്ട് മാത്രം എല്ലാം സഹിച്ചുകൊണ്ട് ആരോടും പറയാതെ നിൽക്കുന്ന ഒരമ്മയാണ് ഞാൻ കണ്ടത്. ചില പേഴ്സണലായ കാര്യങ്ങൾ, ഭർത്താവിനോട് പറയേണ്ട കാര്യങ്ങൾ നമുക്ക് മക്കളോട് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും സപ്പോർട്ട് വേണ്ടത് നമ്മുടെ ഹസ്ബൻഡുമാർ തന്നെയാണ്. അപ്പോൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഒരു ഫാമിലി വളരെ മനോഹരമായി മുന്നോട്ട് പോകാൻ പറ്റും. മിക്ക സ്ത്രീകളിലും 40 to 45 പ്രായമാകുമ്പോഴേക്കും മെനോപോസിൻ്റെ സിംറ്റംസ് വന്നു തുടങ്ങും. എന്നാൽ നിങ്ങൾ പലരും ചോദിക്കും, ഇന്നത്തെ സ്ത്രീകൾക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്ന്. അന്നത്തെ കൂട്ടായ്മകൾ ഒരുപാടുണ്ടായിരുന്നു, തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ, അയൽക്കാരായിക്കോട്ടെ, ഒരുപാട് നല്ല കമ്മ്യൂണിക്കേഷൻസും നല്ല ബന്ധവും വാല്യൂ ഓഫ് ടൈമും അന്നുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല, വളരെ ന്യൂക്ലിയർ ഫാമിലിയാണ്. അയൽവക്കക്കാർ പോലും ഒരു സെലിബ്രേഷനോ ഫെസ്റ്റിവലിനോ മാത്രം തമ്മിൽ കാണുന്ന, അല്ലെങ്കിൽ അയൽക്കാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ വില്ലനാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഒരു 1 hour നിങ്ങൾ അതൊന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ, ഒരു ആകെക്കൂടെ ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അത് തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫാമിലിയിൽ ഇരിക്കുകയാണെങ്കിൽ, ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ, ഈവൻ ഒരു ബസ് സ്റ്റോപ്പിലായിരിക്കാം, ഒരു ഫംഗ്ഷനിലായിരിക്കാം, ബന്ധങ്ങളെല്ലാം ഒരുപാടുണ്ടാവുമായിരിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ അവിടെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മൊബൈലിൽ നോക്കിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും. എനിക്ക് ഒരുപാട് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് വാട്സപ്പ് ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെല്ലാം തുറന്ന് പറയാൻ പറ്റുന്ന എത്ര ഫ്രണ്ട് ഈ വാട്സപ്പ് ഫ്രണ്ട്സ് ഉണ്ടാവാം, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാം. അപ്പോൾ കുറേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറേ ആളുകൾ വ്യൂവേഴ്സ് ഉണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാണ്, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാൻ പാകത്തിനുള്ള ഒരു സർക്കിൾ, അത് നമ്മുടെ വീട്ടിലെ പ്രിയപ്പെട്ടവരാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. രാത്രിയിൽ ഉണ്ടാകുന്ന ഉറക്കക്കുറവ്, ഉറക്കം കിട്ടാതെ കിടക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ തൻ്റെ ഹസ്ബൻഡിന് കഴിയണം എന്നുള്ളത് നിർബന്ധമാണ്. ഈ രാത്രി ഉറക്കം കിട്ടാതെ വരുമ്പോൾ രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ട് വരും. അത് നമ്മുടെ ബോഡിയിലൊക്കെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകും ഉറക്കം കിട്ടാതെ. സ്ലീപ്പ് ഈസ് എ ഗുഡ് ടോണിക് ഫോർ ദ ഗുഡ് ഹെൽത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഉറക്കക്കുറവ് ശാരീരികപരമായ ക്ഷീണങ്ങൾക്കും, പെട്ടെന്ന് ദേഷ്യം വരുന്നതും കരയുന്നതും, ഇതൊന്നും അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അവരുടെ ബോഡിയിലുള്ള ഹോർമോണൽ ചേഞ്ചസ് കാരണം അവർ അങ്ങനെ ആയി പോകുന്നതാണ്. അവർ തന്നെ ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് ഇങ്ങനെയായി പോയത്, ഞാൻ എന്തിനാണ് ഇപ്പോൾ വഴക്ക് പറഞ്ഞത്, ഇത്തരം ഒരു നിസ്സാര കാര്യത്തിനാണോ ഞാൻ മക്കളെ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വഴക്ക് പറഞ്ഞത് എന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ അവർ ചിന്തിച്ചു പോകുന്നുണ്ട്. അവരുടെ ബോഡിയിലെ ചേഞ്ചസ് എന്താണെന്ന്, അവർക്ക് ഇമോഷണലി വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അവർക്ക് കാണാൻ പറ്റുന്നില്ല, വിസിബിളി കാണാൻ പറ്റുന്നില്ല. അത് അനുഭവിച്ചറിയാണ് ചെയ്യുന്നത്. ആ അനുഭവം തൻ്റെ പാർട്ട്ണറോട് ഷെയർ ചെയ്യാൻ വരുമ്പോൾ അത് വളരെ സൗമ്യമായി കേൾക്കാൻ തയ്യാറാവേണ്ടത് നിർബന്ധം തന്നെയാണ്. കാരണം എപ്പോഴും നമുക്ക് കൂട്ടായിട്ടുണ്ടാകുന്നത് പാർട്ട്നേഴ്സ് മാത്രമാണ്. മക്കളൊക്കെ അവരുടെ കാര്യം വരുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് അവരുടെ ഫാമിലിക്കാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. മക്കളെ ഒരു നല്ല വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക മാത്രമാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അമ്മയുടെ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാതായി പോയി. ഹസ്ബൻഡ് പ്രായമായി എന്നതിൻ്റെ പേരിൽ
ഇവരെ തരത്തിലും കേൾക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വീട് ഒന്ന് നല്ല രീതിയിൽ നോക്കി നടത്താനോ ഉള്ള ഒരാൾ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള പാർട്ട്നേഴ്സ്. അവർക്കും അവരുടേതായ കുറേ തോട്ട്സുകളുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വേ ഓഫ് ലൈഫ് നമ്മൾ ആണ് അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. ഒരു നല്ല അപ്രീസിയേഷൻ ആവാം. ഈ വീട്ടുജോലി എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് മാത്രം ചെയ്യാനുള്ളതല്ല എന്നതാണ്. അത് ഷെയറിങ്ങിലൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടുജോലി എന്ന് പറഞ്ഞാൽ എല്ലാം പുരുഷന്മാരും ഇനി എടുക്കണോ എന്ന് ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾ സംശയിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതെല്ലാം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. കിച്ചണിൽ കൂടെ നടന്ന് അവരെ ഒന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് അവർക്ക് ഒരുപാട് ട്രസ്റ്റ് ഫീൽ ചെയ്യാനും ഒരുപാട് ഇൻറ്റിമസി ഉണ്ടാക്കാനും അത് കമ്മ്യൂണിക്കേഷനിലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ ഒരുപാട് നല്ല ഗുണങ്ങൾ, ഒരുപാട് നല്ല സജഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാൻ കഴിയും. അതുതന്നെയാണ് അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവരെ ഒന്ന് സഹായിക്കുന്നതോ അവരുടെ ഫുഡിന് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നതോ ഒക്കെ നമ്മളത് നിസ്സാരമായി തോന്നാമെങ്കിലും അവർക്കത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ഇനി വീട്ടുജോലികളും ചെയ്യണം, വർക്കിന് പോവുകയും ചെയ്യണം. ഇത് രണ്ടും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിൻ്റെ ഇടയിലൂടെ ഈ ഒരു മെനോപോസ് ഇഷ്യൂസും കൂടെ വരുമ്പോൾ അവർ ശാരീരികമായും മാനസികപരമായും ആകെ തളർന്നു പോകും. ഈ ഒരു അവസ്ഥ അവർക്ക് പെട്ടെന്ന് മറവി വരുന്നു. കിച്ചണിലേക്കോ ബെഡ്റൂമിലേക്കോ എന്തെങ്കിലും എടുക്കാൻ ചെല്ലുമ്പോൾ എന്തിനാണ് പോയത് എന്ന് അവിടെ എത്തിയിട്ട് അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവാം. ഇതൊക്കെ അവരിൽ ഉണ്ടാക്കുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ്. മെഡിസിൻ കൊണ്ട് നമുക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് മാറ്റാം, പക്ഷേ മെഡിസിൻ കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്നതല്ല. ഇതെല്ലാം നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ നമുക്ക് തിരുത്താനോ മാറ്റാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അവരെ നമുക്ക് രക്ഷപ്പെടുത്താം. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവർ പറയുന്ന അവരുടെ സങ്കടമായിക്കോട്ടെ അവരുടെ വിഷമങ്ങളായിക്കോട്ടെ നമ്മളെ സംബന്ധിക്കുമ്പോൾ അത് വളരെ ചെറുതായിരിക്കും. പക്ഷേ അതെല്ലാം ഒന്ന് ഇരുന്ന് കേൾക്കാൻ, ഒരു നല്ല കേൾവിക്കാരനാവാൻ, ഒരു നല്ല കേൾവിക്കാരിയാവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് അമ്മമാർ ഈ ഒരു സങ്കടം മനസ്സിനുള്ളിലൊതുക്കി അവർ ഇരിക്കില്ല. പുറത്തൊക്കെ വളരെ ജെൻറ്റിൽ ലുക്കായി തോന്നും, വളരെ ഹാപ്പിയായി തോന്നുമെങ്കിലും അവരെ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആരോടും പറയാൻ പറ്റാത്ത ഒത്തിരി വിഷമങ്ങൾ സഹിക്കുന്നവരാണ് നമ്മുടെ ഈ ഒരു ഏജിൽ പോകുന്ന മിക്ക സ്ത്രീകളും. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള അമ്മമാരോട് അല്ലെങ്കിൽ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ഏറ്റവും അവസാന കാലഘട്ടമല്ല, അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് പകച്ചു നിൽക്കേണ്ട സമയമല്ല. നിങ്ങളുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞ് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് ലൈഫ് മെച്യൂർഡായി കൊണ്ടുപോകാനുള്ള എല്ലാവിധ അറിവുകളും നിങ്ങൾ തന്നെ ആർജിച്ചെടുത്തതാണ്. നിങ്ങൾ ഇതുവരെ നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും, നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്ന് കാണണമായിരിക്കും, അല്ലെങ്കിൽ അവരോട് കുറച്ചു നേരം നിങ്ങളൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ചില സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ച നിങ്ങളുടെ പ്രധാനപ്പെട്ട ഡ്രീംസുകളുണ്ടായിരിക്കും, ആഗ്രഹങ്ങളുണ്ടായിരിക്കും, ചെറിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊക്കെ ചിറക് കൊടുക്കാനുള്ള ഒരു പ്രായമായി നിങ്ങളിതിനെ കാണുക. കൂടാതെ മെഡിസിനൽ സപ്പോർട്ട് വേണമെങ്കിൽ അങ്ങനെ. ഇനി ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ മാനസികപരമായ വിഷമങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരുമില്ല എങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് തുറന്നു പറഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തരായ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു നല്ല കൺസൾട്ടൻറ്റിനെ കാണുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം തന്നെ കിട്ടും. നമ്മളിലുള്ള ഈ ഒരു എംപ്റ്റി ഫീലിംഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരുന്നാൽ അത് വീണ്ടും വീണ്ടും നമ്മുടെ ബോഡിയെയും നമ്മുടെ മൈൻഡിനെയും കൂടുതൽ ആഴത്തിലേക്ക് ഒരു ന്യൂട്രൽ ഫീലിങ്ങിലേക്ക്, ഒരു എംപ്റ്റിനെസ്സിലേക്ക് കൊണ്ടുവരികയുള്ളൂ. അത് നമ്മുടെ ത്രൂ ഔട്ട് ദ ലൈഫ് അട്ടർ ഫ്ലോപ്പായി പോകും. അപ്പോൾ എന്നെ കേൾക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഏജിലൊക്കെ പോകുന്ന നിങ്ങളുടെ ഭാര്യമാരുണ്ടെങ്കിൽ അവരുടെ വിഷമതകൾ എന്താണ്, നമ്മളെ സംബന്ധിക്കുന്ന അത് നിസ്സാര കാര്യമാണെങ്കിലും അവരെ ഒന്ന് ഇരുന്ന് കേൾക്കാനുള്ള
ഒരു സന്മനസ്സ് നിങ്ങൾ കാണിക്കുക. അതേപോലെ ഒരു ഷെയറിങ് കപ്പാസിറ്റി നിങ്ങൾ കൊണ്ടുവരിക. ഏത് ജോലിയും ഒരു ശീലമാക്കി മാറ്റുക. വീട്ടുജോലി സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാവരും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും അതുതന്നെയാണ്. ഇന്ന ജോലി സ്ത്രീകൾ, ഇന്ന ജോലി പുരുഷന്മാർ എന്നൊരു വേർതിരിവ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരിക്കലും നടക്കില്ല. അതൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യങ്ങൾ, അന്നത്തെ ജീവിത അന്തരീക്ഷം അങ്ങനെയൊക്കെയായിരുന്നു. അതിൽ നിന്നും ഒരുപാട് നമ്മൾ മുമ്പോട്ട് പോന്നു കഴിഞ്ഞു. ടെക്നോളജിക്കലായി ഒരുപാട് ഡെവലപ്ഡായി. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് നമ്മുടെ എല്ലാ ലൈഫിലും കാണും. നമ്മൾ ആരും പണ്ട് ജീവിച്ച അതേ ജീവിത സാഹചര്യത്തിലല്ല മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പ്രായമായി വന്ന ഈ ഒരു അമ്മയ്ക്ക് ഇത്രയും പറയാനുണ്ടെങ്കിൽ ഇതൊരു അമ്മയുടെ മാത്രം വേദനയല്ല. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് അത് വളരെ വലിയ കാര്യങ്ങളായിരിക്കും. നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പാർട്ട്ണറോടല്ലാതെ മറ്റാരോടാണ് പറയുക? അവരോട് പറയാൻ ചെല്ലുമ്പോൾ ഒന്നുകിൽ ഫോണിൽ നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ ഇതൊന്നും നീ അത്ര കാര്യമാക്കേണ്ട പ്രശ്നമല്ലെന്ന് കരുതുകയോ ചെയ്യുമ്പോൾ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മുടെ കാര്യങ്ങൾ മാത്രം നടത്തിത്തരാനുള്ള ഒരു വ്യക്തിയല്ല നമ്മുടെ വീട്ടിലുള്ള ആളുകൾ. അവരെ ഇടയ്ക്കൊന്ന് പുറത്തു കൊണ്ടുപോവാം. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, പേരമക്കളുടെ സംരക്ഷണം കൂടെ ഇവരെ ഏൽപ്പിച്ചുകൊണ്ട് ബാക്കി എല്ലാവരും യാത്രയ്ക്കാണെങ്കിലും ഒരു ട്രിപ്പിനാണെങ്കിലും ഒരു ഫംഗ്ഷൻ ആണെങ്കിലും പോകുന്നു. അതിനുള്ള കാരണം അവർ കണ്ടെത്തുന്നത് ഇവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ നിർത്തിപ്പോകുന്നു. അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കും പോകണം എന്ന ഒരു ആഗ്രഹമുണ്ട്. ഒരിക്കലും അവരവരുടെ ആഗ്രഹങ്ങൾ തുറന്നു പറയില്ല. അവർക്ക് അവരുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന്. അവരും ഒരു വ്യക്തിയാണ്. പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിലുള്ള ഈ കഴിവുകളൊക്കെ, നിങ്ങൾ മാറ്റിവെച്ച നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നടത്താൻ വേണ്ടി, അതിനു വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രായമൊന്നും അതിനൊരു പരിധിയേ അല്ല. നല്ല സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാം. ചെറിയ ചെറിയ നിങ്ങളുടേതായ സംരംഭങ്ങൾ തുടങ്ങാം. വീടുകളിൽ തന്നെയാണെങ്കിൽ വീട്ടിൽ ചെറിയ കൃഷിയോ പൂന്തോട്ടമോ ഒക്കെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് കുറേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനുള്ളവരുണ്ടാവും, പാടാൻ അറിയുന്നവരുണ്ടാവും, എഴുതാൻ അറിയുന്നവരുണ്ടാവും. ചില പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ നേരിട്ട് കാണാനും അവരോടൊപ്പം കുറച്ച് നേരം ഇരിക്കാനും ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ ഇതുവരെയും ഫാമിലിക്ക് വേണ്ടി മാറ്റിവെച്ച ആളുകളായിരിക്കും. അപ്പം നമ്മൾക്കൊരു ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ തന്നെ അതിന് ഇനീഷ്യേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നടക്കുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വീട് നോക്കണം, അല്ലെങ്കിൽ മക്കളെ നോക്കണം. നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത് നമ്മുടെ മാത്രം സ്വപ്നങ്ങളാണ്, നമ്മുടെ മാത്രം ഡ്രീംസാണ്. ഇതെല്ലാം നടത്താൻ ഇനിയും നമ്മൾ സമയം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ശാരീരിക മാനസിക വിഷമങ്ങളിൽ നിന്ന് കുറച്ച് ആശ്വാസമുണ്ടാവും. യോഗ, അതേപോലെ ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ഒക്കെ ചെയ്യുമ്പോൾ, പുറത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, പുറത്തു പോയി കുറച്ച് നേരം ആളുകളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസിൽ നമ്മൾ കുറച്ച് നേരം പോയി ഇരിക്കുമ്പോൾ, തനിയെ ഇരിക്കുമ്പോൾ ഒക്കെ നിങ്ങളുടെ ഫോണുകളും ബാക്കി ചുമതലകളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് നേരം നിങ്ങളെ തന്നെ ഒന്ന് ഒബ്സേർവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ, ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന നിങ്ങൾ ഒരു പുതിയ ഒരാളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ എക്സസൈസുകളും അല്ലെങ്കിൽ യോഗകളും ചെറിയ ചെറിയ മ്യൂസിക് കേൾക്കാം. ഇങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ബോഡിയെ സന്തോഷപ്പെടുത്താൻ, മൈൻഡിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന ഒരൊറ്റ വിഷയമാണ്. ഇതിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഇതിരഭിപ്രായം ഉണ്ടായിരിക്കാം. ഞാൻ ഒരിക്കലും ഒരു പുരുഷ വിരോധിയല്ല. പുരുഷന്മാരും ഈ പറഞ്ഞ ഒരുപാട് സ്ട്രെയിനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഭർത്താവിനെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ വിഷമതകളൊന്നും മനസ്സിലാക്കാത്ത, ഒരു കമ്മ്യൂണിക്കേഷന് തയ്യാറാവാത്ത, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു നിശബ്ദ വേദനയാണ് ഇത്.
അവരിലെല്ലാം പറയാൻ മടിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ കേൾക്കില്ല എന്ന ഒരു മെൻറ്റാലിറ്റിയോടുകൂടി, അല്ലെങ്കിൽ എൻ്റെ മക്കളോട് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഇത് അവതരിപ്പിച്ചാൽ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ച് നടക്കുന്ന ഒത്തിരി പേരുടെയൊക്കെ വീടുകളിലുണ്ടായിരിക്കാം. അപ്പോൾ വീട്ടിലുള്ള അവർ ഹാപ്പി ആകുമ്പോൾ മാത്രമാണ് ആ വീട്ടിലുള്ള അംഗങ്ങളും ഹാപ്പി ആവുള്ളൂ. അപ്പോഴാണ് ഒരു നല്ല ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മളുടെ പ്രൊഫഷണൽ ലൈഫ് വളരെ ഹാപ്പിയായി പോകണമെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫ് ഹാപ്പി ആവണം. ഫാമിലി ലൈഫ് ഹാപ്പി ആവാൻ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ദ കമ്മ്യൂണിക്കേഷൻ. ഒരു 5-10 മിനിറ്റ് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ നമുക്ക് കഴിയണം. കാരണം കുറേ വർഷങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരിചയം, എക്സ്പീരിയൻസ്, മെച്യൂരിറ്റി എല്ലാം നമ്മൾക്കുണ്ട്. അപ്പോൾ എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ആ പറയുന്ന അർത്ഥത്തിൽ കേൾക്കാനുമുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ഒരുപാട് ദാമ്പത്യ തകർച്ചകൾ അല്ലെങ്കിൽ ഈ ഒരു ന്യൂട്രൽ ഫീലിംഗ് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളിൽ ഓരോരുത്തരിലും ഒളിഞ്ഞു കിടപ്പുണ്ട് ഒരു പ്രധാനപ്പെട്ട കഴിവ്. ആ കഴിവ് എന്താണ്? നിങ്ങളിൽ ഓരോരുത്തരിലുമുണ്ട് നടക്കാതെ പോയ ഓരോ മോഹങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ബാധ്യത നിങ്ങൾക്കുമുണ്ട്. നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും ഉണ്ടാകുന്ന ഈ ഇംബാലൻസ് ഒരു അസുഖമാണെന്ന് കരുതിയിരിക്കാതെ ഇതിനെ ഒന്ന് ഷേപ്പൺ ചെയ്തെടുക്കാൻ, ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങളും ബോധവാന്മാരാകണം. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളാണ് ഏറ്റവും മുന്നിൽ നിന്ന് ചെയ്യേണ്ടത്. നിങ്ങളുടെ ബോഡിയെ പരിചരിക്കേണ്ടത്, നിങ്ങളുടെ മൈൻഡിനെ പരിചരിക്കേണ്ടത്. നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ. ആ ലൈഫിൽ നമ്മുടെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ബ്രഷപ്പ് ചെയ്തെടുക്കുക, അതിലൂടെ സന്തോഷം കണ്ടെത്തുക. അതോടൊപ്പം തന്നെ നല്ല ദാമ്പത്യ ജീവിതം തുടർന്നും ഉണ്ടാകട്ടെ. 40 വയസ്സ് കഴിഞ്ഞാൽ സെക്കൻഡ് ഹണിമൂൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിലൊക്കെ, ഒരു ഫാമിലി പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. മെച്യൂർഡ് ആയി കഴിഞ്ഞു നമ്മൾ. അപ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവാനും ഒരു നല്ല ദമ്പതികളായി ജീവിതം മുഴുവൻ കഴിഞ്ഞു പോകാനും, മരണം വരെ റൊമാൻറ്റിസം നിലനിൽക്കണം. ലൈഫിൽ കുറച്ച് റൊമാൻറ്റിസം ഒക്കെ ആവാം. അങ്ങനെ ഐശ്വര്യമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം കൊണ്ടു നടക്കാനും അതേപോലെ ഐശ്വര്യമുള്ള ഒരു വീട്ടമ്മയായും ജീവിക്കാനും നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തെങ്കിലും പുതിയ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കമൻറ്റ് എഴുതുക. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.